എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ദോഹയിലെ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് കാണാൻ വേണ്ടി പോവുകയാണ്. രാത്രിയിലാണ് അങ്ങോട്ട് പോകുന്നത്. ശരിക്കും നോക്കി എന്ത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ? രാത്രിയിൽ ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് നമ്മൾ ദോഹ കോർണിഷിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നേരെ നമ്മൾ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിലേക്ക് പോവുകയാണ്. വണ്ടി കുറച്ച് ദൂരെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. നമ്മൾ ബഗ്ഗിയിലാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ദോഹയുടെ മൊത്തം കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? വളരെ മനോഹരമായിട്ടുണ്ട്. ഈ മ്യൂസിയത്തിന് ചുറ്റും കടൽ വെള്ളമാണ്. ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡിനുള്ളിലാണ് ഈ ഒരു മ്യൂസിയം ഇരിക്കുന്നത്. ദോഹയിലെ കോർണിഷിൻ്റെ അടുത്താണ് ഈ ഒരു മ്യൂസിയം ഉള്ളത്. 2008 ഡിസംബർ മാസത്തിലാണ് ഇത് ഔദ്യോഗികമായി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ഖത്തറിൻ്റെ അമീർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനിയുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മ്യൂസിയം രൂപം കൊണ്ടത്. അങ്ങനെ നമ്മൾ ആ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ശരിക്കും നോക്കി എന്താ ഭംഗിയെന്ന് പറയാം. അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ അടിപൊളിയായിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഭംഗിയായിരുന്നു. വെള്ള കളറിലാണ് ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ ഇതൊരു മായാലോകത്ത് വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി. ഭയങ്കര സ്റ്റെപ്പുകളും ലൈറ്റുകളും. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓരോ ഫ്ലോറിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഗാലറി 1ലേക്ക് പോവുകയാണ്. ഇത് ഖുറാൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ആണ്. ഗോൾഡിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കാർപ്പറ്റ് കാണാൻ പറ്റും. ഇറാനിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു കാർപ്പറ്റാണത്. ഇത് ഓട്ടോമൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്ലേറ്റ് ആണ്. ഇത് മൊറോക്കയിലെ ഒരു ജംസെറ്റ് നെക്ലേസ് ആണ്. ഇയറിങ്സും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. ഇത് യുദ്ധസമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ആനക്കൊമ്പും സ്വർണവും ചെമ്പും ഒക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇത് മുഗൾ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യയുടെ ഒരു ജംസെറ്റ് നെക്ലേസ് ആണ്. ഇതിൽ ഡയമണ്ടും എമറാൾഡും പേളും ഗോൾഡും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രാമായണത്തിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് സ്പെയിനിലെ ഒരു വെപ്പണാണ്. ഇയർ ഡാഗർ എന്നാണ് അതിൻ്റെ പേര്. ഇത് മെസപ്പൊട്ടോമിയയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ പണ്ട് കാലത്തെ കോയിൻസുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈജിപ്തിലെ ഒരു പ്രതിമയാണ്. ഫിഗർ ഓഫ് എ ഗസൽ. ഗസൽ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ജീവിക്കുന്ന ഭയങ്കര സ്പീഡുള്ള ഒരു മാൻ പോലത്തെ മൃഗമാണ്. അതിൻ്റെ പ്രതിമയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഇറാനിലെ മോണുമെൻ്റൽ സ്റ്റക്കോ പാനലാണ്. ഭിത്തികളിൽ സ്ഥാപിച്ചിരുന്ന അലങ്കാര ഒരു പാനലാണ്. ഇത് ചുണ്ണാമ്പ് കൊണ്ടാണ് മൊത്തം നിർമ്മിച്ചിരിക്കുന്നത്. കുറേ കൊത്തുപണികളും അലങ്കാര രൂപങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന മൊത്തം ഇറാനിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ്. ഈ കാണുന്നത് ഇറാനിലെ ഫൗണ്ടൈൻ ഹെഡാണ്. നമ്മൾ ഗാർഡനിലൊക്കെ കാണത്തില്ലേ, പല മൃഗത്തിൻ്റെ രൂപങ്ങളൊക്കെയാണ് അവർ ഗാർഡനിൽ വെച്ചിരുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന തൂണുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. വിവിധ മോഡലിലെ തൂണുകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു ഫൗണ്ടൈൻ ഹെഡ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മൺപാത്രങ്ങളാണ്. മണ്ണും കൊണ്ട് നിർമ്മിച്ച കൂജകളൊക്കെയാണ് ഈ കാണുന്നത്.
അങ്ങനെ നമ്മൾ ഗാലറി 1ൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയല്ലേ. അങ്ങനെ ലിഫ്റ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഭയങ്കര വലിയ ലിഫ്റ്റായിരുന്നു. ലിഫ്റ്റിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഫ്ലോറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ലിഫ്റ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത നമ്മൾ ഗാലറി 12ലേക്ക് കയറുകയാണ്. ഇതിനകത്ത് നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത് ഓട്ടോമൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങളും കുറേ പുരാവസ്തുക്കളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സിറിയയിലെ ദമസ്കസിലെ വീടിൻ്റെ മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഭയങ്കര ഭംഗിയുള്ള വീടുകളായിട്ട് നമുക്ക് തോന്നി. കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് തുർക്കിയിലെ ഓട്ടോമൻ കാലഘട്ടത്തിൽ മോസ്കിൽ ഉപയോഗിച്ചിരുന്ന ഒരു ലാമ്പാണ്. ഇവിടെ കാണിച്ചേക്കുന്നത് അവരുടെ ഡ്രസ്സുകളും ഷൂസും ഒക്കെയാണ്. ഓട്ടോമൻ കാലഘട്ടത്തിലെ ഒരു ക്ലോക്കാണ്. അതേപോലെ തന്നെ സ്പൂണും പേഴ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓട്ടോമൻ കാലഘട്ടത്തിൽ തുർക്കിയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു സ്മോക്കിംഗ് പൈപ്പാണ്. ഗോൾഡും ഡയമണ്ടും തടി കൊണ്ടും ഒക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വലിയ വാളാണ്. പരേഡിന് ഉപയോഗിച്ചിരുന്ന ഒരു ഗദയാണ്. തുർക്കിയിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ്. അതാണ് കാണിച്ചേക്കുന്നത്. ഈ ഒരു റൂമിലേക്ക് വന്നപ്പോൾ നമുക്ക് ശരിക്കും ഒരു യുദ്ധത്തിൻ്റെ ഫീലിംഗ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളായിട്ടുള്ള വാളുകൾ, തോക്കുകൾ, പിന്നെന്താണ് ഷീൽഡ്, ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൂടാതെ നടുക്കൊരു കുതിരേനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗണ്ണ് നോക്കിക്കേ, എന്തോ നീളം നോക്കിക്കേ. പിന്നെ ഈ ഒരു സൈഡ് മൊത്തം ധാരാളം തോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, 12th സെഞ്ച്വറിയിൽ ഉപയോഗിച്ചിരുന്ന പിസ്റ്റലാണ്. അതിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് നോക്കിക്കല്ലേ, എന്തല്ലേ. ഇത് ഇറാനിലെ കാർപ്പറ്റാണ്. ഈ ഇറാനിലെ ആൾക്കാർ കാർപ്പറ്റ് ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ ഒമാനി പോയ സമയത്ത് സുൽത്താൻ കാബൂസ് മോസ്കിനുള്ളിൽ ഇറാൻ്റെ കാർപ്പറ്റുകൾ കണ്ടതാണ്. ഇത് പണ്ട് കാലത്ത് പരേഡുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ടോർച്ച് സ്റ്റാൻഡാണ്. ഇവിടെ ഒരു ടൂൾ ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഓയിൽ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഹെയർ ക്ലിപ്പും ഇയറിങ്സും വാളും കോഫി കപ്പും ഒക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ ഒരു സ്റ്റോറേജ് ബോക്സ് ആണ്. ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ കാണുന്നത് മേശയുടെയൊക്കെ കാലുകളാണ്. ഇവിടെ നമുക്ക് ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു പെയിൻറ്റിംഗ് ആണ് കാണാൻ പറ്റുന്നത്. മുഗൾ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, പെർഫ്യൂമുകൾ ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആ കാലഘട്ടത്തിൽ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന നെക്ലേസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ കാണിച്ചേക്കുന്നത് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന ഒരു കോട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറികളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. നോക്കിക്കേ, എന്നാ കിടിലം വ്യൂ ആണ് നോക്കിക്കേ അല്ലേ. ഇതാണ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. നമുക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നോക്കി ഭയങ്കര ലുക്കാണ്. അതുപോലെ തന്നെ ഫുള്ള് ഒരു വെള്ള കളറിലാണ് നമുക്ക് തോന്നിയത്. കുറേ ലൈറ്റും ഒക്കെ വെച്ച് നല്ല ഭംഗിയിലാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്.
ലോകപ്രശസ്തനായ ആർക്കിടെക്ട് IM പേയ് ആണ് ഈ ഒരു മ്യൂസിയം രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം നിരവധി മുസ്ലിം രാജ്യങ്ങളുടെ പാരമ്പര്യ കലാശൈലികളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ തയ്യാറാക്കിയത്. 1990കളിൽ ഖത്തറിൻ്റെ ഭരണകൂടം ഇസ്ലാമിക് കലയുടെ സമ്പന്നതയും ചരിത്രവും ലോകത്തിന് പരിചയപ്പെടുത്തണമെന്നുള്ള ആശയത്തോടെയാണ് ഈ ഒരു മ്യൂസിയം തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ ആർക്കിടെക്റ്റായ IM പേയ് ഖത്തറിലെത്തി പരമ്പരാഗത ഇസ്ലാമിക് കെട്ടിടങ്ങളുടെയും പള്ളികളുടെയൊക്കെ ശൈലി പഠിച്ചു. അദ്ദേഹം ഈജിപ്റ്റ്, മൊറോക്കോ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശിക്കുകയും അവിടെ നിന്ന് ഇസ്ലാമിക് ആർട്ടിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. അതുകൂടാതെ അദ്ദേഹം ഖത്തറിലെ പ്രധാന തീരപ്രദേശങ്ങളിൽ നിരവധി സ്ഥലങ്ങൾ പരിശോധിച്ചു. അവസാനം അദ്ദേഹം ഈ ഒരു ദോഹ കോർണിഷിൽ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് നിർമ്മിച്ചു. എന്തായാലും ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ മൊറോക്കയുടെ കുറേ സാധനങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റി. അവരുടെ കുറേ ജുവല്ലറികളും ഡ്രസ്സുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കുറേ നല്ല നല്ല ജുവല്ലറികളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ നമ്മൾ കാണുകയാണ്. ഇവിടെ ആ ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയാണ് കാണിച്ചിരുന്നത്. പഴയ കാലഘട്ടത്തിലെ സൂക്കും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അതുവഴി എല്ലാം നടന്ന് കാണുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുവഴി നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് തോന്നി. മെയിനായിട്ട് ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അകത്ത് നമുക്ക് ഫുള്ള് ആ ഒരു പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്കിലും പുറമേ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ താഴെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. കുറേ മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മ്യൂസിയം എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നി. ഇതിനകത്തെ കാഴ്ചകളെക്കാളും കൂടുതൽ ഇതിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ, അതിൻ്റെ ലൈറ്റ്, അതിൻ്റെ കളറ് എല്ലാം അടിപൊളിയാണ്. താഴെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മ്യൂസിയത്തിന് ചുറ്റും വെള്ളമാണ്. ആ ഒരു വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ ഒരു മ്യൂസിയം ഇരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഫ്രണ്ടിൽ തന്നെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഒരു മ്യൂസിയത്തിലുള്ള ഒരുമാതിരി കുറേ സംഭവങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.